108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 2 സംസ്ഥാനങ്ങളിൽ വിലക്കുള്ള GVK EMRI കമ്പനിയെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാർ പരിഗണിച്ചു എന്നാണ് ആരോപണം. അയോഗ്യത മറച്ചുവെച്ച് 250 കോടി കമ്മീഷന്റെ ഉപകാര സ്മരണ സർക്കാർ കാട്ടിയെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. GVK EMRI കമ്പനിയുടെ അയോഗ്യത വെളിപ്പെടുത്തുന്നതും പരാതി നൽകിയതുമായ രേഖകളാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ടെൻഡർ നേടിയ കമ്പനി കർണാടകയിലും മേഘാലയയിലും ശിക്ഷാ നടപടി നേരിട്ടു. വിലക്കേർപ്പെടുത്തിയാൽ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനി അയോഗ്യരാകും. സത്യവാങ്മൂലത്തിൽ കമ്പനി ഇത് മറച്ചുവെച്ചെന്നാണ് ആരോപണം. കമ്പനിയുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് പരാതി നൽകി. ഈ പരാതി സർക്കാർ പൂഴ്ത്തി. കർണാടകയിൽ ആംബുലൻസ് സർവീസ് നടത്തിയതിന്റെ ടെൻഡറിന് ഇതേ കമ്പനി വ്യാജരേഖകൾ സമർപ്പിച്ചതായി തെളിഞ്ഞിരുന്നു. പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാർ 2022 ഓഗസ്റ്റിൽ കമ്പനിയുടെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 316 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 517 കോടി രൂപയുടെ ഭീമമായ കരാറാണ് സർക്കാർ നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 335 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 293 കോടി രൂപ കരാറായി നൽകി. ഇതോടെ ആദ്യ കരാറിൽ 250 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.